വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 18 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഫരിസേയനും ചുങ്കക്കാരനും തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിന്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. സുതാര്യവും നിഷ്കളങ്കവുമായൊരു മനസ്സ് പ്രാർത്ഥനയ്ക്ക് നിദാനം. വസ്തുനിഷ്ഠവും എന്നാൽ അതേസമയം തന്നെ സുതാര്യവും നിഷ്കളങ്കവുമായ ഒരു മനസ്സാണ് ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളത് എന്ന് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തേത്. ഇതിനായി യേശു നമുക്കായി ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയ ഫരീസയന്റെയും ചുങ്കക്കാരന്റെയും ഒരു കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി പോയ ഫരീസയൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഒരിക്കലും ദൈവത്തിന്റെ സഹായം എന്തെങ്കിലും ആ മനുഷ്യന് ആവശ്യമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകില്ല. പ്രാർത്ഥിക്കുന്ന ഫരീസയന്റെ മനസ്സ് അപഗ്രഥനം ചെയ്തു നോക്കിയാൽ ദൈവത്തിന്റെ സഹായം അപേക്ഷിക്കുന്ന ഒരു മനസ്സ് അവിടെ കാണുന്നതിന് പകരം തന്നെ പറ്റി ദൈവത്തിനോട് ചില കാര്യങ്ങൾ ഉണർത്തിക്കുക എന്നുള്ളതല്ലാതെ ദൈവത്തിന്റെ മുമ്പില് ദൈവത്തിന്റെ അനുഗ്രഹം, സഹായം തനിക്ക് ഏതെങ്കിലും കാര്യത്തിന് ആവശ്യമുണ്ടെന്നുള്ളൊരു മനസ്ഥിതി ഫരിസേനയിൽ ഒരിക്കലും നിഴലിക്കുന്നതായിട്ട് കാണുന്നില്ല. ആ അർത്ഥത്തിൽ നോക്കുമ്പോ പ്രാർത്ഥിക്കുന്നവരായ നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ പലപ്പോഴുമുള്ള പ്രാർത്ഥനകള് അനുഷ്ഠാനപരമായിട്ടും നിയമം ആവശ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലും ടൈം ടേബിൾ അനുസരിച്ചുമുള്ള പ്രാർത്ഥനകൾക്കായി നാം ദേവാലയത്തിലോ പ്രാർത്ഥനയ്ക്കുമായിട്ട് സമ്മേളിക്കുന്ന അവസരത്തിലും നമ്മുടെ മനസ്സ് അപഗ്രഥനം ചെയ്തു നോക്കുമ്പോ ഈ ഫരിസയന്റെ മനസ്സിൽ നിന്ന് വളരെ ഒന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ മനസ്സും ആകാനിടയില്ല. ദൈവത്തിന്റെ സഹായം ആവശ്യപ്പെടുന്ന ഒരു മനസ്സെന്നതിനേക്കാൾ ഞാൻ നിയമാനുഷ്ഠാന പ്രകാരം നടത്തുന്ന പ്രാർത്ഥനകള് എന്റേതായിട്ടുള്ള അനുഷ്ഠാനത്തിന്റെ ഭാഗം എന്ന നിലയില് നടത്തുന്ന പ്രാർത്ഥനകള് എന്ന രീതിയില് ദൈവത്തെ അറിയിക്കുന്ന ഒരു കൃത്യം എന്ന രീതിയിലായിട്ട് തീരുന്നു പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും. യേശു നമ്മോടായി പറഞ്ഞു തരുന്നു, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഫരീസയൻ ദൈവത്തിന്റെ മുമ്പിൽ ഒരിക്കലും നീതീകരിക്കപ്പെട്ടവനാകുന്നില്ല എന്ന്. പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായിട്ട് അവനിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അവൻ കൂടുതൽ നന്നാകുന്നില്ല, ദൈവത്തോട് കൂടുതൽ അടുക്കുന്നില്ല, മനസ്സിന് മാറ്റം വരുന്നില്ല. എന്നാൽ മറ്റൊരു ചിത്രം നമ്മുടെ മുമ്പിലേക്ക് യേശു കൊണ്ടുവരുന്നുണ്ട്. ചുങ്കക്കാരൻ, അവന്റെ മനസ്സ് അപഗ്രഥനം ചെയ്ത് നോക്കുമ്പോ അവന് ദൈവത്തിന്റെ സഹായം ആവശ്യമുള്ളൊരു മനസ്സ് അവനിൽ നിഴലിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ദൈവസഹായം അപേക്ഷിക്കുന്ന ഒരു മനസ്ഥിതി അത് വസ്തുനിഷ്ഠമായ രീതിയിൽ തന്നെ സുതാര്യതയോടും നിഷ്കളങ്കതയോടും കൂടെ ദൈവത്തിന്റെ സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് യേശു നമ്മോട് പറഞ്ഞു തരുന്നു. ആ മനുഷ്യന്റെ മാറ്റങ്ങൾ വരുന്നു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ മനുഷ്യൻ കൂടുതൽ നീതീകരിക്കപ്പെടുന്നു. പ്രാർത്ഥന
പ്രാർത്ഥന കൊണ്ട് ആ മനുഷ്യന്റെ നന്മ സംഭവിക്കുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന വഴിയായിട്ട് മനുഷ്യനിൽ സംഭവിക്കേണ്ടത്. ഫരിസേയന്റെ പ്രാർത്ഥന കൊണ്ട് മനുഷ്യൻ നന്നാകുന്നില്ല. ചുങ്കക്കാരന്റെ പ്രാർത്ഥന കൊണ്ട് ചുങ്കക്കാരൻ കൂടുതൽ മനസ്സ് ശുദ്ധീകരിക്കപ്പെടാൻ ഇടവരുന്ന ഒരു പ്രക്രിയ. ഇതുകൊണ്ടും കൂടി ആയിരിക്കാം യേശു അന്യത്ര നമ്മോട് പറഞ്ഞു തരാൻ ഇടവരുന്നത്, താൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ അന്വേഷിച്ചോ ആരോഗ്യമുള്ളവരെ കണ്ടെത്താനോ ഒന്നുമല്ല, പാപികളെ, ചുങ്കക്കാരെ, രോഗികളെ, ആവശ്യത്തിലിരിക്കുന്ന തന്റെ മക്കളെ ആ ആവശ്യം കണ്ടറിഞ്ഞ് സഹായിക്കുന്നതിന് വേണ്ടിയാണ് താൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞതിന്റെ പൊരുൾ ഇവിടെയാണ്. ഒരാവശ്യവുമില്ല. നിയമങ്ങൾ പൂർത്തിയാക്കാൻ, ആചാരങ്ങള് അതിന്റെ തനിമയിൽ നിർവഹിക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥന നടത്തുന്ന വ്യക്തികള് പ്രാർത്ഥന കൊണ്ട് ജീവിത നവീകരണം സാധിക്കാൻ ഇടവരാത്ത ആ സ്ഥിതിവിശേഷം സംഭവിക്കാൻ ഇടവരും എന്ന യാഥാർത്ഥ്യം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇന്നത്തെ സുവിശേഷം എന്ന് വേണം വിചാരിക്കാൻ.